ചായ ഡിസ്റ്റർബ് ചെയ്യരുത്. കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണോ? ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച് വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കാടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ ഇല്ല, ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ ഇന്ദു? ചേച്ചിമാരും പോണില്ല. അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല. ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. എന്റെ കയ്യിൽ 5ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുവട്ടെ. ഞാൻ ചത്തുവട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശ് ഉണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5ന്റെ പൈസ ഇല്ല. എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ. ടീച്ചറെ, ഞാൻ സുമേഷിന്റെ അച്ഛനാണ്. ടീച്ചർക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് മോമെന്ന് പറഞ്ഞായിരുന്നേ. ആഗ്രഹ? ഞാനിപ്പോ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ മതി എന്ന് പറഞ്ഞു. അച്ഛൻ വരൂല ടീച്ചറെ, അതാണ്. ഇവിടെ വന്നപ്പോ പണിയെടുത്ത് എന്റെ നടു ഒടിയാറായി. എന്റെ കർത്താവേ, എന്റെ ഭർത്താവിനെ പോലെ ഒരു ഭർത്താവിനെ ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കരുതേ. ഇതുപോലെ അറുപിശുക്കനായ ഒരു ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ദോശ. എന്റെ ദോഷം പറയരുതല്ലോ. ഓരോ ദിവസം കൂടി വരുന്നവരനുസരിച്ച് ഈ ദോശയുടെ കട്ടി കൂടിക്കൊണ്ടിരിക്കുവല്ലോ ശോശാമേ. കട്ടി കൂടിയ ദോശ നിങ്ങൾക്ക് തിന്നാനല്ലേ, നാട്ടുകാർക്ക് തിന്നാനല്ലോ. ഇപ്പൊ 1 കിലോ മാവിന് എത്ര വില നിനക്കറിയോ? 30 രൂപ. 30 കൊണ്ടുപോകാൻ നിനക്കതങ്ങ് പറഞ്ഞാ മതി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പം ഈ തവി അങ്ങോട്ട് ഉപേക്ഷിക്കുക. എന്നിട്ടൊരു സ്പൂണിന് കോരി അങ്ങോട്ട് ഇട്ടേച്ച് പരത്താവുന്നതിന്റെ പരമാവധി ഇട്ടങ്ങ് പരത്തുക. അങ്ങനെ തിന്നാ മതി. ഇവിടെ ഇതൊരു കഷ്ടമാണിത്. ഇതെന്നാടി ഇത്? കടുക് പൊട്ടിച്ചിട്ടേക്കുന്ന കണ്ടോ? കടുക് ബാഹുബലി സിനിമയ്ക്കകത്ത് യുദ്ധം ചെയ്ത് നോക്കുമ്പോ മറ്റവന്മാരല്ലേ ഇട്ടേക്കുന്ന പോലെ. എന്തിനാണ് ഇതിന് മാത്രം കടുക്? അപ്പൊ കടുക് പൊട്ടിക്കണ്ടേ? ഈ കടുക് പൊട്ടിച്ചോ? 1, 2, 3 ചുമ്മാ പൊട്ടിച്ച് കളയുന്ന സാധനമല്ലേ, അങ്ങനെ ഇട്ടാ മതിയെന്ന്. ഇതൊക്കെ എണ്ണീട്ട് പൊട്ടിക്കാൻ പറ്റുമോ? എടി എണ്ണണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പിശുക്കി എങ്ങോട്ടാണ് എന്റെ അച്ചായ? കാശിന് പിശുക്ക്, ആഹാരത്തിന് പിശുക്ക്, ഇട്ട ഡ്രസ്സിന് വരെ പിശുക്ക്, ഓട്ടയുള്ള ബനിയൻ. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്. ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ധർമ്മക്കാരാന്ന് വിചാരിക്കും. പിന്നെ വീട്ടിലിരിക്കുന്ന ഞാനിനി തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടുപ്പും കിരീടം വെച്ചോണ്ട് നടക്കാടി ഇതിനകത്തൂടെ. ശരി ഇക്ക, മൂലേര് വയലില് പറയണേ, സ്വന്തം ഭാര്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കി നിക്കണത് പുണ്യപ്രവൃത്തിയാന്ന് അത്ര പഠിച്ചോൻ പറഞ്ഞിക്കണ്. പഠിച്ചോനറിയാ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യാന്നുള്ളത്. അതുകൊണ്ടല്ല പുണ്യപ്രവൃത്തിയാക്കിക്കണ്. പഠിച്ചോനെപ്പോഴും റിസ്ക് ഇല്ല ടാസ്ക് അല്ലേ തരുള്ളൂ. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കുക. തീ വെറുതെ അങ്ങനെ പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കെന്തിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. എന്റെ കൂടെ പഠിച്ച അപ്പൂല്ലേ, ഓൺ ഡിവേഴ്സ് ആകുന്നു പോലും. എന്തിനു? കുറച്ചായാലും കല്യാണം കഴിഞ്ഞിട്ട് ഓളൊന്നും കൊണ്ടുവന്നില്ല പോലും അവനോട്. അവനോട് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനത്തെ ഒന്നിനെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.